Hi friends, welcome back to Rinusdairy. ഇന്ന് ഞാനൊരു പായസ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാനൊരു ബിരിയാണി അരി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചുവട് കട്ടിയുള്ളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ചുവപ്പ് കളറായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇത് രണ്ടിനും പകരം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. പാല് നന്നായി തിളച്ച് പൊന്തി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ജീരകശാല റൈസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ജീരകശാല റൈസിന് പകരം ഏത് ടൈപ്പ് ബിരിയാണി അരി ഉപയോഗിച്ചിട്ടും പായസം റെഡിയാക്കാം. ജീരകശാല അരി വെച്ച് ചെയ്യുമ്പോൾ പായസത്തിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുമ്പോഴും അതാവും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും പായസത്തിന്. ഈ പാലിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പായസം കുക്കാക്കി എടുക്കാൻ. അപ്പോഴാണ് ആ ബിരിയാണി അരിയിലേക്കൊക്കെ ഈ പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ പായസം എല്ലാം പിങ്ക് കളറായിട്ട് കിട്ടാനും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അരി അടി പിടിച്ച ആകെ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി പായസത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം സാഫ്രോൺ കയ്യിലുള്ളവരാണെങ്കിൽ അത് കുറച്ച് പാലിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പായസം നല്ല കുറുകി അരിയൊക്കെ നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റം വരുത്താം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കളറ് മനസ്സിലാവാത്തത്. നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിത് ഒരു കയ്യിൽ വെച്ചിട്ടോ ഒരു സ്മാഷർ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ അരി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാൻ പറഞ്ഞത്. ഈ രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാതെ തന്നെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1 കപ്പ് മിൽക്ക് മെയ്ഡിന് പകരം 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആക്കി ബാക്കി പഞ്ചസാര കൂട്ടി കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ച കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ബിരിയാണി അരി വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലത്തെ ഒരു വെറൈറ്റി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.